ഇവിടെ ഡോക്ടർ മോഹൻ റോയ് സാർ പറയുന്നൊരു കാലം കൂടാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലങ്ങളിൽ ഡക്കോയിറ്റിക്ക് പോസിബിലിറ്റി ഒരു ചാൻസ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നം ഉള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ഥലത്ത് ചാലക്കുടി എന്ന് പറഞ്ഞ പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത സ്ഥലമാണല്ലോ. അവിടെ നട്ടുച്ചയ്ക്ക് ഒരു സാധാരണക്കാരൻ കയറി 15 ലക്ഷം എടുത്തുകൊണ്ട് പോയല്ലോ. അപ്പോൾ ഈ പറയുന്ന ബാങ്കിങ് മേഖലയിലെ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളുടെ 8,000-ഓളം ശാഖകളിലൊക്കെ എവിടെയൊക്കെയാണ് മാറിയ സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണി ഉള്ളത്, എവിടെയൊക്കെയാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതെന്നൊരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുക എന്നതുകൂടി ഈ പോട്ടയുടെ പാഠമായി നമ്മൾ എടുക്കണ്ടേ ശ്രീകൃഷ്ണ? തീർച്ചയായും ആ ഒരു അസസ്മെന്റ് ബാങ്ക് മാനേജ്മെന്റ്സ് എടുക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ആ വിഷയത്തിലൊരു നിർദ്ദേശവും ഗൈഡൻസും ഒക്കെ മാനേജ്മെന്റിന് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് വരുന്ന വേറെ വിഷയം, ഇപ്പോൾ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞുകൊണ്ടിരുന്നു നിരവധി പ്രാവശ്യം കുത്തിക്കൊല്ലുന്ന പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജീവനക്കാരെ ആക്രമണത്തിന് വിധേയമാകണം. ഇന്ത്യ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഓഫീസർമാർ ജീവനക്കാരൊക്കെ തന്നെ ഈ കസ്റ്റമേഴ്സ് ബാങ്കിൽ വന്ന് ആ വിധത്തിൽ ആക്രമിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം രാജ്യത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് വലിയൊരു പണിമുടക്കിലേക്ക് പോലും നീങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് അടുത്ത മാസത്തിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത് വളരെ ഒരു ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ സെക്യൂരിറ്റി ആംഗിള്, സുരക്ഷാ ആംഗിള് കാണേണ്ടതുണ്ട്. സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒക്കെ കാണേണ്ട ഒരു വിഷയമുണ്ട്. ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഈ ആംഡ് ഗാർഡ്സ്, ആ സെക്യൂരിറ്റി ത്രെറ്റ് പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ആംഡ് ഗാർഡ്സിനെ തന്നെ ബ്രാഞ്ചുകൾ നിയോഗിക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നുണ്ട്. അവിടെ കേവലം കോസ്റ്റിൻ്റെ ആംഗിളിൽ ചെലവ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിൽ പുറകോട്ട് പോകുന്നതിൽ കാര്യമില്ല. ആ ചെലവ് കൂടുമ്പോൾ അതിൻ്റെ പാപഭാരം വഹിക്കേണ്ടി വരുന്നത് കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് കഴിയുന്നത്ര ജീവനക്കാരെ കുറയ്ക്കുന്നു എന്നുള്ള സമീപനം ആശാസ്യമാകില്ല. അല്ല കെ എസ് കൃഷ്ണ, ഈ ബാങ്കുകൾക്ക് ഇപ്പോൾ ബാങ്കിൻ്റെ ക്യാപിറ്റലോട്ടാണെങ്കിൽ കൂടിയും സർക്കാർ സഹായങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് ബാങ്കുകൾ ലാഭം ഉണ്ടാക്കുന്നു, ബാങ്കുകളുടെ ഡിവിഡൻഡ് നൽകുന്നു, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആ പ്രോഫിറ്റും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ മാനേജ്മെൻറ്റുകൾ കണ്ടുകൊണ്ട് ആവശ്യത്തിന് ആ ത്രെറ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ട് അസസ്മെൻറ്റ് വേണം. കേവലം ഒരു ലേമാൻ ചെയ്യേണ്ട വിഷയമല്ല. ആ ത്രെറ്റ് പെർസെപ്ഷൻ നടത്തിക്കൊണ്ട് അവശ്യം നിയോഗിക്കേണ്ട മേഖലകളിൽ, ശാഖകളിൽ ഒക്കെ തന്നെ അത് നിയോഗിച്ചു കൊണ്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞാൻ 8,000 ശാഖകളുടെ കാര്യം പറഞ്ഞല്ലോ. സംസ്ഥാനത്ത് 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാനത്ത് 8,000 ശാഖകൾ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏതാണ്ട് 13 ശാഖകളുണ്ടെന്നാണ് കണക്ക്. അത് പൊതുമേഖലാ ബാങ്കിൽ എടുത്താൽ 4,000 ശാഖകൾ പൊതുമേഖലാ ബാങ്കിൽ തന്നെയുണ്ട്. 8 ശാഖകൾ ഏതാണ്ട് 1 കിലോമീറ്റർ തന്നെ പൊതുമേഖലാ ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ വിധത്തിലൊരു അസസ്മെൻറ്റ്, ശ്രീ ആദികേശൻ അത് ആ റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചു. മാനേജ്മെൻറ്റുകൾ ആ പോളിസി ഉണ്ട്, അത് വളരെ പ്രൊയാക്റ്റീവായിട്ട് നടത്തിക്കൊണ്ട് കേരളത്തിലും പുറത്തുമൊക്കെ നടത്തിക്കൊണ്ട് അത് ചെയ്യുന്നത് അത് ഇടപാടുകാർക്ക്, ഇത് കേവലം ജീവനക്കാരുടെ മാത്രം വിഷയമല്ലല്ലോ. ഒരു ത്രെട്ട്, ഡക്കോയിറ്റി, റോബറി അറ്റംപ്റ്റ് വരുന്നുവെങ്കിൽ അത് അവിടെയുള്ള കസ്റ്റമേഴ്സിനും ബാധിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള ഒരു ക്രമീകരണം ഇത് പറയുമ്പോഴും എല്ലാത്തിനും മറുവശങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രോഡ്സ്, ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് കൂടിക്കൊണ്ടേയിരിക്കുക. ടെക്നോളജി മുന്നോട്ട് പോകുമ്പോഴും ഫ്രോഡ്സ്, പാരലായിട്ട് ഹാക്കിംഗ് തുടങ്ങിയ എല്ലാ ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിരന്തര പ്രക്രിയ ആയിരിക്കുമെന്ന് കണ്ടുകൊണ്ട് ഒരു നിരന്തര ജാഗ്രത ബാങ്ക് മാനേജ്മെൻറ്റ് പുലർത്തിക്കൊണ്ട് ആവശ്യത്തിന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടും ക്രമീകരണം നടത്തിക്കൊണ്ടും നേരത്തെ സൂചിപ്പിച്ച ഗ്രിൽസ്, സെക്യൂർഡ് ഡോർസ് ഒക്കെ വെച്ചുകൊണ്ട് ബ്യൂട്ടിഫിക്കേഷൻ അപ്പുറം സുരക്ഷയ്ക്കും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബ്രാഞ്ചുകളുടെ ഒരു റീഓർഗനൈസേഷൻ ഈ കാലഘട്ടം ട്രേഡ് യൂണിയൻ പ്രകൃതി എന്നുള്ളത് എനിക്കൂടി താങ്കൾ പറഞ്ഞു. ഞാൻ